ഓം നമോ ഭഗവതേ വാസുദേവായ. ദശകം 1, ശ്ലോക 5. നിർവ്യാപാരക അപി നിഷ്കാരണം അജഭജസേ യത്ക്രിയാം ഈക്ഷണാഖ്യാം തേന ഏവ ഉദേതി ലീന പ്രകൃതി അസതി കൽപ്പാപി കൽപ്പാദികാലേ തസ്യാഹ സംശുദ്ധം അംശം കമപി തം അധിരോധായകം സത്വരൂപം സഹ ത്വം ധൃത്വാ ദധാസി സ്വമഹിമ വിഭവാകുണ്ഠ വൈകുണ്ഠരൂപം. നിർവ്യാപാരഃ എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നത്, അപി ഭഗവാൻ, നിഷ്കാരണം ഒരു കാരണവും ഇല്ലാതെ, അജ എപ്പോഴും ജയിക്കുന്ന ആൾ, ഭജസേ ഭജിക്കുന്നവർ, യത് എന്നത്, ക്രിയാം ക്രിയയെ, ഈക്ഷണാഖ്യാം കാലം എന്ന ഈ ക്ഷണത്തെ സ്വീകരിക്കുന്നവൻ, അതായത് ഈ നിമിഷത്തിൽ മാത്രം വിശ്വസിച്ച് ചെയ്യുന്ന കാര്യം, തേന ഉണ്ട്, ഏവ എന്നിങ്ങനെ, ഉദേതി ഉണർത്തിക്കുന്ന വിധത്തിൽ, ലീന ലയിച്ചു പോകുന്നത്, പ്രകൃതി മായാദേവിയുടെ വിലാസങ്ങൾ, അസതി ഒരു നിമിഷത്തേക്ക് ഉറങ്ങിപ്പോകുന്നത്, കൽപ്പാപി കൽപ്പന അനുസരിച്ച്, കൽപ്പാദികാലേ കൽപ്പകാലത്തിന്റെ ആരംഭത്തിൽ, തസ്യാഹ മായയുടെ, സംശുദ്ധം ശുദ്ധമായിട്ടുള്ളത്, ഒട്ടും തന്നെ കലർപ്പില്ലാത്തത്, അംശം അവതാരം, കമപി ശരീരം സ്വീകരിച്ച്, തം സാക്ഷാൽ ഭഗവാൻ, അതിരോധായകം ഒന്നും തന്നെ മറയ്ക്കാതെ, സത്വരൂപം സത്വഗുണമുള്ള സാത്വികമായ ആ രൂപം, സഹ അങ്ങനെയുള്ള, ത്വം സാക്ഷാൽ ഭഗവാൻ, ധൃത്വാ ധരിച്ചുകൊണ്ട്, ദധാസി ഉടനെ തന്നെ വരുന്നത്, സ്വമഹിമ സ്വന്തം മാഹാത്മ്യം, വിഭവാകുണ്ഠ വൈകുണ്ഠവാസി, വൈകുണ്ഠം ഭഗവാന്റെ വാസസ്ഥലം, രൂപം ശരീരം. നിർവ്യാപാരോപി നിഷ്കാരണമജ ഭജസേ യത്ക്രിയാമീക്ഷണാഖ്യാം തേനൈവോദേതി ലീന പ്രകൃതിരസതി കൽപ്പാപി കൽപ്പാദികാലേ തസ്യാ സംശുദ്ധമംശം കമപി തമതിരോധായകം സത്വരൂപം സത്വം ധൃത്വാ ദദാസി സ്വമഹിമ വിഭവാകുണ്ഠ വൈകുണ്ഠരൂപം. എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്ന ആ ഭഗവാൻ ഒരു കാരണവും തന്നെ ഇല്ലാതെ എപ്പോഴും എപ്പോഴും ജയിക്കുവാൻ വേണ്ടി മാത്രമായിട്ടുള്ള ജനങ്ങൾ ഭജിക്കുന്നവനായ ആ ശക്തി, എല്ലാ ക്രിയയെയും, അതുപോലെ തന്നെ ഈ സമയം, കാലം എന്ന ഈ ക്ഷണത്തെ സ്വീകരിച്ചിരിക്കുന്ന ആ ഭഗവാൻ എവിടെയും തന്നെയുണ്ട് എന്ന വിചാരം ഉണർത്തിക്കുന്നതിലൂടെ ആ മായയിൽ ലയിച്ചിരിക്കുന്ന നമ്മൾക്ക്, ജനങ്ങൾക്ക് അതിൽ നിന്നും ഉറങ്ങിപ്പോകുന്ന ആ ഒരു അവസ്ഥയിൽ നിന്നും ഉണർത്തണം. അതായത് ഭഗവാന്റെ കൽപ്പനയനുസരിച്ച് കൽപ്പകാലത്തിന്റെ തുടക്കത്തിൽ മായയുടെ ഒരു വിളിയുടെ പുറത്ത് ഒരു കലർപ്പും ഇല്ലാത്ത ആ ഒരു അവതാരമായ ശരീരത്തെ സ്വീകരിച്ചു ഭഗവാൻ.
ഒന്നും തന്നെ മറയ്ക്കാതെ സാത്വികമായ ആ ശരീരം അങ്ങനെയുള്ള ഭഗവാൻ ധരിച്ചുകൊണ്ട് ഉടനെ തന്നെ വരുന്നതാണ്. അത് സ്വന്തം മാഹാത്മ്യത്തെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുകയും ആ വൈകുണ്ഠവാസി, അതായത് ഭഗവാന്റെ വാസസ്ഥലത്തിൽ ആ ശരീരത്തിൻ്റെ മൂലമായ ആ ശക്തി അവിടെ ഉണ്ടെങ്കിൽ തന്നെയും ഭഗവാന്റെ ആ ശരീരത്തെ എടുത്തുകൊണ്ട് ഗുരുവായൂരിൽ തന്നെ ആ വിഗ്രഹത്തിൽ ഭഗവാന്റെ ആ ശുദ്ധമായ ശരീരം ജനങ്ങൾക്ക് വേണ്ടി അവിടെ സ്ഥിതി ചെയ്യുന്നു. അതിനാൽ നമുക്ക് ഏറ്റവും സാത്വികമായ ആ ഒരു സ്വരൂപത്തെ കാണുവാൻ സാധിക്കുന്നത് തന്നെ ഏറ്റവും വലിയ പുണ്യമാണ്. താങ്ക് യു.